മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനോടായിട്ട് ദുർഗയും കരുണയും എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയം കരുണ ഒരുപാട് കാര്യങ്ങൾ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ണനോട് പറയുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ആരോടും ഇറങ്ങിപ്പോവാൻ ഞങ്ങളൊന്നും പറയില്ല. പക്ഷേ 2 വീടും 3 വീടും ഉള്ളവർക്കൊക്കെ പോണെങ്കിൽ പോകാമെന്നും പോകുമ്പോൾ ചേട്ടനെ നാശം വിധിക്കുന്ന ഇവനെയും കൂടെ കൂട്ടായെന്ന് പറയാണ് കണ്ണൻ. പിന്നെ അമ്മയെന്ന് വിളിച്ചവരോട് ഇറങ്ങിപ്പോവാനൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ മോനും മരുമോളും പടിയിറങ്ങി പോകുമ്പോൾ അവർക്കൊപ്പം പോണെങ്കിൽ അമ്മയ്ക്കും പോകാം, അതിനൊരു തടസ്സവുമില്ല എന്ന് കണ്ണൻ പറയാണ്. അതേസമയം തന്നെ കണ്ണൻ്റെ ഇടത് കാൽ ചലിക്കുന്നത് കരുണയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സാഗർ ഒരു കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ അവനെ കളഞ്ഞിട്ട് മഞ്ജു എപ്പോഴെങ്കിലും ഇവിടേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഞാൻ അവളെ സ്വീകരിച്ചിരിക്കും. കാരണം അവളുടെ ഉള്ളിൽ നിങ്ങളുടെയൊക്കെ അത്രയും വിഷമില്ലാന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇതെല്ലാം പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം കരുണ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അയാളുടെ ഏത് കാലിനാണ് അമ്മയെ സ്വാധീനം കിട്ടിയതെന്ന്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, വലത് കാലിന്. പക്ഷേ അയാളുടെ ഇടത് കാല് ചലിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് കരുണ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്. ദുർഗ പറയുന്നു, ഞാനാണെങ്കിൽ അവൻ എഴുന്നേറ്റ് നടക്കുന്ന സ്വപ്നം കൂടി കണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. തോമസ് വൈദ്യരുടെ ചികിത്സ ഫലിച്ചു തുടങ്ങിയോ അമ്മയെന്നെല്ലാം ചോദിക്കുകയാണ് ഉണ്ണി. പിന്നീട് സീമന്തിനെ ആണെങ്കിൽ വാമദേവനെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയം അവിടേക്ക് മേഘനാഥനും എത്തുന്നുണ്ട്. അപ്പോൾ വാമദേവൻ ചോദിക്കുന്നു, നീ എവിടെയായിരുന്നടാ മോനെ, നിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കാണാറില്ലായിരുന്നല്ലോ. അപ്പോൾ മേഘനാഥനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അച്ഛനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സീമന്തിന് പറയുന്നുണ്ട്, ഇനി അച്ഛനും മോനും ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ആ കണ്ണനോട്. അവനാണെങ്കിൽ ഒരു മനുഷ്യപ്പറ്റുള്ളവനാണ്. ഇനി അവനെ പിണക്കാതെ ജീവിക്കുന്നതാണ് അച്ഛനും മോനും നല്ലതെന്നെല്ലാം സീമന്തിന് പറയുന്നുണ്ട്. പിന്നീട് വാമദേവനാണെങ്കിൽ പ്രതാപനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഞാനിനി വീൽ ചെയറിലാടോ, കണ്ണനെ പോലെ എൻ്റെ ജീവിതവും വീൽ ചെയറിൽ തന്നെ ആയിരിക്കുകയാണെന്ന് പറയുന്നു. എന്തായാലും ആ മഹാലക്ഷ്മി ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്നവൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്കിട്ട് വയ്ക്കുന്ന പണിയെല്ലാം നമുക്കിട്ട് തന്നെ തിരിച്ചടി കിട്ടുകയാണല്ലോ പ്രതാപ എന്ന് പറയുമ്പോൾ പ്രതാപനും തോന്നിക്കുന്നുണ്ട്, വാമേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന്. പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഒന്നിൽക്കും പോവേണ്ട വാമേട്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ മാർക്കോ ആണെങ്കിൽ സാഗറിനോടും മഞ്ജുനോടും പറയുന്നതാണ്, കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും പോയി കണ്ടിട്ട് അവരനുഗ്രഹം വാങ്ങിക്കണം. അവരനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നെല്ലാം പറയുന്നു. അതനുസരിച്ച് മഞ്ജു ആണെങ്കിലും സാഗറിനെയും കൂട്ടി അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് സാഗറും മഞ്ജുവും എത്തുന്നുണ്ട്. സാഗറിനെ കാണുന്നതോടുകൂടി മഹാലക്ഷ്മിക്ക് ദേഷ്യം കൂടുകയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാണ് മഞ്ജു ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടനെയും ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത്. സാഗർ ഇപ്പോൾ പഴയ സാഗറല്ല ഏട്ടത്തി, നല്ല സ്വഭാവമുള്ളവനാണെന്നെല്ലാം പറയുന്നു. എനിക്ക് അവനെക്കുറിച്ചൊന്നും കേൾക്കണ്ട എന്ന് മഹാലക്ഷ്മി എടുത്ത് പറയാണ്. അവൻ എന്താണ് ഏതാണെന്നെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മഞ്ജു. ആരും ആരെയും ശപിച്ചിട്ടൊന്നുമല്ല ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. അതെല്ലാം ഓരോരുത്തരുടെ പ്രവൃത്തികൾ കൊണ്ടാണെന്ന് മഹാലക്ഷ്മി പറയുകയാണ്. എനിക്കൊരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റാണ് ഇയാൾ എന്നോട് ചെയ്തതെന്ന് മഞ്ജുവിനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് സാഗറും മഞ്ജുവും എത്തുന്നു. കണ്ണനാണെങ്കിൽ ഇവരെ കാണുന്നതോട് കലി അടങ്ങാനാവാതെ നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ അടുത്തേക്ക് വരാനെന്നെല്ലാം മഞ്ജുവിനോട് പറയുന്നു. സാഗറിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, സാഹചര്യം മനസ്സിലാക്കി ഇവളെ പാട്ടിലാക്കിയ നീ എൻ്റെ മുതൽ പ്രതീക്ഷിക്കണ്ട. ഇനി മേലാൽ രണ്ടാളും ഇവിടേക്ക് കയറി വരുതെന്ന് കലിയോടുകൂടി തന്നെ കണ്ണൻ പറയാണ്. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നത്, കണ്ണേട്ട, എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തും പണവും മുതലൊന്നും വേണ്ട. എന്നെയും സാഗറേട്ടനെ അനുഗ്രഹിച്ചാൽ മാത്രം മതിയെന്നും അല്ലാണ്ട് മറ്റൊന്നും ആഗ്രഹിച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം കണ്ണനോടായിട്ട് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.